ഞാനിങ്ങനൊന്നും ആരോടും അങ്ങനെ പറയാറില്ല. എന്നെ കൊണ്ട് പറ്റുമായിരുന്നു ഞാൻ തീർച്ചയായിട്ടും ഇത് ആരും അറിയാൻ ഞാൻ ചെയ്തു കൊടുത്തത്. എന്നെ കൊണ്ട് സാധിക്കാത്തതിന്റെ പേര് മാത്രമേ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതും. സാറേ അവ ഷോറൂമുകാരടുത്ത് ഞാനും വിളിച്ചു പറഞ്ഞാണ്, അവർ ഇതിന്റെ ഒരു നടപടി എടുത്തിട്ടില്ല. ചേട്ടാ സന്തോഷത്തോടെ മേടിക്കാം. ദയവായി താലിന് വീണ് അപേക്ഷിക്കുവാണ്. അതെ അതെ, ആരെങ്കിലും വരും ചേട്ടാ കേട്ടോ, ഒന്നും വിചാരിക്കണ്ട, എല്ലാം ശരിയാവും. അത് തന്നെ ഉണ്ട്, അതിന് എല്ലാം മരുന്നുണ്ട്, എല്ലാത്തിനും മരുന്നുണ്ട്. രാവിലെ വരണമെന്ന് വിചാരിച്ചു, പക്ഷേ മുളകൊടി എല്ലാം കൊടുത്ത് പത്തിയൂർ ആ ഭാഗത്തൊക്കെ ആയിരുന്നു, ഒരുപാട് ഓർഡർ ഉണ്ട്. അതെല്ലാം കൊടുത്തിട്ട് ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയി വീട്ടിൽ വന്ന് ചോറ് കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയേ ഉള്ളൂ. എന്നെ വിളിച്ച ചേട്ടൻ ഞാൻ പരിചയപ്പെടുന്നത്. പേരെന്താ ചേട്ടാ? സമദ്. ഞങ്ങൾ ഈ അടുത്ത സമയത്ത് യാദൃച്ഛമായിട്ട് പരിചയപ്പെട്ടു അല്ലേ, ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ടു. ഞാൻ അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി പരിചയപ്പെട്ടു. ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്തത് കേട്ടോ. ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. കാര്യമൊന്നുമില്ല, ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. ചേട്ടനും സുഖമില്ലാത്ത, എൻ്റെ കാല് സുഖമില്ലാത്ത, വികലാംഗര. ചേട്ടൻ എന്താ പരിപാടി? ഞാൻ ഈ മീനിന്റെ ഒക്കെ പരിപാടി. അന്നേരം ഇപ്പൊ എന്നെ വിളിച്ചതെന്ന് പറഞ്ഞാൽ ചേട്ടന്റെ സുഹൃത്തല്ലേ ഇത്? എന്റെ ഒരു കൂട്ടുകാരനാണ്, എന്നെ പോലെ വയ്യാത്ത ഒരാളാ. ഇന്നലെ പുള്ളിക്കാരന്റെ വണ്ടി ഒരു 6 ദിവസം കൊണ്ട് കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കുന്നെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. വൈഫ് സുഖമില്ലായിരുന്നു, കണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ എൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ വന്ന് പുള്ളിക്കാരനെ കണ്ടു. അങ്ങനെ വെച്ച് ഞാനൊരു പരാതി മിനിസ്റ്റർക്ക് അയച്ച്, ഞങ്ങളുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർക്ക് അയച്ചപ്പോൾ അതിൻ്റെ അകത്ത് എന്നെ വിളിച്ചു ഡീറ്റെയിൽ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ എടുത്ത് മിനിസ്റ്റർക്ക് ഇട്ട് കൊടുത്ത്, പുള്ളിക്കാരൻ്റെ വാട്സപ്പിൽ ഇട്ട് കൊടുത്ത്, അത് പുള്ളിക്കാരൻ്റെ നമ്പരും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്പരും കൊടുത്ത് ഷോറൂമിക്കാരുടെ നമ്പർ ചോദിച്ചു, അതും ഞാൻ ചെയ്തു കൊടുത്തിട്ട് പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, എന്നെ മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി. പിന്നെ വിളിച്ച് ഓഫീസിൽ ഷോറൂമിലെ ഓഫീസ് നമ്പർ കൊടുക്കാൻ പറഞ്ഞു, അതും കൊടുത്തു. പുള്ളിക്കാരന് ഇപ്പൊ അവസ്ഥയെന്ന് വെച്ചാൽ ബൈപ്പാസും കഴിഞ്ഞ് അതിനു മുമ്പ് ക്യാൻസറിന്റെ രോഗമായിരുന്നു. എന്നാലും ഞങ്ങളെപ്പോലുള്ളവർ ഈ ഷോറൂമുകാർ കാണിക്കുന്നത് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് അവർ കാണിക്കുന്നത്. കായംകുളത്തെ ഷോറൂം പവർ സിറ്റി അല്ലേ, അവിടുത്തെ അവരെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ ഇതിനു മുമ്പ് ഒരു കംപ്ലൈന്റ് വന്നായിരുന്നു. ഈ വണ്ടി അതായത് നമ്മുടെ ഫയർഫോഴ്സിന്റെ വാതിക്കെ വെച്ച് കംപ്ലൈന്റ് എന്നെ വിളിച്ചു പറഞ്ഞു. പുള്ളിക്കാരന് ആരുടെ നമ്പരില്ല, എന്റെ നമ്പരേ ഉള്ളു. പുള്ളിക്കാരനുമായിട്ട് കൂടുതലും കോൺടാക്ട് ചെയ്യുന്നത് ഞാനേ ഉള്ളു. അങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞ ഞാനെന്ത് ഷോറൂമിൽ വിളിക്കട്ടെ. ഷോറൂമിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ വണ്ടി ഇവിടുന്ന് എടുത്ത് ഞങ്ങളെപ്പോലുള്ളവനെ എടുത്ത് അവിടെ കൊണ്ട് കൊടുക്കാൻ. ഈ വണ്ടി ഞങ്ങളെപ്പോലുള്ളവനെ എടുത്തുകൊണ്ട് കൊടുക്കുന്ന ഒരു കാലത്ത് നടക്കുന്ന ഒരു വണ്ടി അവിടെ എത്തിക്കണമെങ്കിൽ ഞങ്ങൾ 60 ടിക്കറ്റ് വിറ്റാൽ ഞങ്ങൾക്ക് കിട്ടുന്ന 380 രൂപ, 100 രൂപ എണ്ണ അടിക്കണം. പിന്നെ പോയിട്ട് അതിൻ്റെ അകത്ത് എന്തോ ഉണ്ട്. ഞങ്ങളുടെ ജീവിതമാർഗമാണ്, എൻ്റെ അല്ല ആ പുള്ളിയുടെ. ഞാൻ അതുകൊണ്ടല്ല കാര്യം, ഞാൻ ഈ മീന് ഓൺലൈൻ കൊണ്ട് കൊടുക്കുന്ന ഒരു ജോലിയാണ്. അതുകൊണ്ട് നമുക്ക് അതിന് ലോട്ടറിയുള്ള നഷ്ടപരിഹാരം നമുക്കറിയത്തില്ല. ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്, ഇപ്പം ഇല്ല. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞ 500 രൂപ കൊടുക്കണം ഒരു ആപ്പയ്ക്കകത്ത് ഈ വണ്ടി അവിടെ എത്തിക്കണം. ആകെപ്പാട് എനിക്ക് കിട്ടുന്ന 380 രൂപ. അതിൻ്റെ അകത്ത് 100 രൂപ എണ്ണയും പോയിട്ട് പിന്നെന്തോ ഉണ്ട് 280 രൂപ. 500 രൂപ മേടിക്കണമെങ്കിൽ ബാക്കിയോടെ ഞാൻ കടവുള്ളൂ. എനിക്ക് മരുന്ന് ഒരു മാസത്തിൽ എങ്ങാണ്ട് 9000 രൂപയുടെ മരുന്ന് വേണമെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ. അതൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, വണ്ടി ഇവിടെ ഷോറൂമിൽ കൊണ്ട് തരാതെ പണിയാൻ പറ്റത്തില്ല. അങ്ങനെ എങ്ങനെയോ ദൈവഭാഗ്യം കൊണ്ട് അന്ന് സ്റ്റാർട്ടായി എന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ അണ്ണൻ പള്ളിയിലോട്ട് പോകുമ്പോൾ നമ്മുടെ കായംകുളം ONGC വെച്ച് വണ്ടി കംപ്ലൈന്റ് ആയിട്ട് പോലീസുകാരുമായിട്ട് നിന്ന് ഇത് ശരിയാക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അന്നേരം വൈഫിനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അന്നേരം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് പോലീസുകാരുടെ അടുത്തും പറഞ്ഞത്, സാറേ അവ ഷോറൂമുകാരുടെ അടുത്ത് ഞാനും വിളിച്ചു പറഞ്ഞാണ്, അവർ ഇതിന്റെ ഒരു നടപടി എടുത്തിട്ടില്ല. ഇപ്പൊ അന്നേരം ഈ വണ്ടി എങ്ങനെയോ സ്റ്റാർട്ടായി. അങ്ങനെ ഇനി വീട്ടിൽ വന്നു, പള്ളി പോയില്ലെന്നും എന്നെ രാത്രി വിളിച്ചു പറഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ചാൽ 6-7 ദിവസം കൊണ്ട് പുള്ളിക്കാരൻ ഈ പെരക്കകത്താണ് ഈ വണ്ടി കാരണം. പുള്ളിക്കാരന്റെ മരുന്നിന് പോലും കാശിന് വില ഇതാണ് പുള്ളിക്കാരൻ. പുള്ളിക്കാരന്റെ വൈഫ് ഒരു വീട്ടു ജോലിയായിട്ട് ബന്ധപ്പെട്ട് അതിനും വയ്യായിരിക്കുവാണ്. അതിന്റെ മുഖത്തൊക്കെ ഏതോ ഒരു ബുദ്ധിമുട്ട്, ഈ മരുന്നിന്റെ എന്തോ ആണ്. അങ്ങനെ ആ പുള്ളിക്കാരൻ. അതുകൊണ്ട് ദയവായി എല്ലാവരും ഇത് കണ്ടുകൊണ്ട് ഈ പുള്ളിക്കാരന് നിങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിലുള്ള ഒരു സഹായം ചെയ്ത് ആ പുള്ളിക്കാരന്റെ കുടുംബം അല്ല, ആ വീടിന്റെ അല്ല ഇത് കണ്ട ആകെ അവസ്ഥ. അതന്നല്ല എനിക്ക് ഷോറൂമുകാരോട് പറയാനുള്ള, വൈകല്യമുള്ളവരാ ഈ വണ്ടിയായിട്ട് നടക്കുന്നത്. ഇവരോട് ഈ വണ്ടിയും കൊണ്ട് അവിടെ ചെല്ലാന്ന് പറഞ്ഞൊരു വണ്ടി വിളിച്ചുകൊണ്ടില്ല നടക്കുന്ന കാര്യമൊന്നുമല്ല. അതുമല്ല ഇവരൊക്കെ ലോട്ടറി വിറ്റ് ജീവിക്കുന്നവരാ. എത്ര ലോട്ടറി വിൽക്കണം? 60 ടിക്കറ്റ് ഒക്കെ കഷ്ടിച്ച് ജീവിക്കുന്നത്. അത് കടം വല്ലതും 30 കയ്യിലിരിപ്പുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്ന് കാശ് അങ്ങോട്ട് കൊടുക്കണ്ടോ? 60 ടിക്കറ്റിനകത്ത് 30 മറ്റേ നമ്മളെ ലാഭം കഴിഞ്ഞ് പിന്നെയും കയ്യിൽ നിന്ന് വെക്കണം.
കടയിൽ നിന്ന് കടങ്ങൾ തരത്തില്ല ടിക്കറ്റ്, ഓൾറെഡി ക്യാഷ് കൊടുക്കണം, എന്നാലേ അവർക്ക് ടിക്കറ്റ് ഈ കൊടുക്കും. വണ്ടി എവിടെ നിന്ന് കിട്ടിയ ഇത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് കൊടുത്തതാണ്, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത്. 2022-23 വർഷത്തെ വണ്ടിയാണ്. ഈ വണ്ടി അതേത്തെ വണ്ടിയാണ് ഞാൻ ഓടിക്കുന്നത്. ഇപ്പൊ എനിക്ക് കിട്ടിയിട്ട് കായംകുളം മുനിസിപ്പാലിറ്റിക്കാരനാണ് ഞാൻ. എനിക്ക് ഇപ്പം കിട്ടിയിട്ട് 1 വർഷം ആയതേ ഉള്ളൂ. എന്റെ കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ ശരിയാക്കിയുണ്ട്. പക്ഷേ ഈ ഷോറൂമുകാർ ഒരിക്കലും ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് കാണിക്കല്ലോ. അത് ഒരു ദയവായി താലിന് വീണ് അപേക്ഷിക്കുവാണ്. ഒരിക്കലും ഷോറൂമുകാർ ഇങ്ങനൊന്നും ഇവരോടൊന്നുമില്ല, ഒരു മനുഷ്യരോട് ഇങ്ങനെ കാണിക്കാൻ പാടില്ല. ഈ അടുത്തേക്ക് 2-3 വീഡിയോകൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ ഭാഗ്യം കിട്ടി. ഓരോരുത്തർ അവസരം തന്നു. അങ്ങനെ അവരൊക്കെ തന്ന ചെറിയ ചെറിയ സംഭാവനകൾ കൊണ്ടാണ് ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടുന്നത്. ഇപ്പം ഇന്നലെയും ചെയ്തു, മെനിയാന്നും ചെയ്തു. ചെറുതപ്പോഴേ ഇപ്പം ചേട്ടൻ വിളിച്ചു. അങ്ങനെ ഞാൻ അത് അറിഞ്ഞുകൊണ്ട് രാവിലെ വരാമെന്ന് വിചാരിച്ച് നടന്നില്ല. എൻ്റെ ജോലി തിരക്കാരൻ ഇപ്പോഴാണ് ഇവിടെ ചേരാൻ പറ്റിയത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ മോശമായ അവസ്ഥ. ഈ ചേട്ടൻ്റെ വീടും ചേട്ടൻ്റെ കാര്യങ്ങളും കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു അവസ്ഥയത്. എങ്ങനെയാലും ഈ വീഡിയോ കാണുന്ന ഈ വണ്ടി അത്യാവശ്യം ഒന്ന് റെഡിയാക്കി വണ്ടി ഒന്ന് റെഡിയാക്കി തന്ന ചേട്ടൻ ലോട്ടറി കൊണ്ടുനടന്ന് വിറ്റ് ചേട്ടന്റെ ഉപജീവന മാർഗം നടന്നു അല്ലേ? ഇതേ ഉള്ള അപേക്ഷ. ഇപ്പം എന്തോ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു, ബൈപ്പാസ് കഴിഞ്ഞ് ആദ്യമേ ബൈപ്പാസ് കഴിഞ്ഞ് ക്യാൻസർ മാറി. ഇപ്പം ക്യാൻസറിന്റെ ഉണ്ട്, അതിനെ എല്ലാം മരുന്നുണ്ട്, എല്ലാത്തിനും മരുന്നുണ്ട്. അത് മുടക്കാൻ പറ്റത്തില്ല, ഇനിയൊന്നും മുടക്കാൻ പറ്റത്തില്ല. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഈ 2 വീലറിന്റെ മെക്കാനിക്കന്മാരോ അല്ലെ ഷോറൂമുകാരോ ഇതൊന്ന് ഏറ്റെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ഉപകാരമായിരിക്കും. പിന്നെ ചേട്ടന്റെ പേരെന്തായിരുന്നു? എന്റെ ജോയി. ചേട്ടൻ ലോട്ടറി കച്ചവടം മാത്രമേ ഉള്ളൂ, വേറെ ഒരു പരിപാടി? എത്ര വർഷമായിട്ട് ലോട്ടറി വിൽക്കുന്നു? ഞാനിപ്പം 8, 9, 10 വർഷം കൊണ്ട്. അതിന് മുമ്പ് എനിക്ക് അവിടെ ഒരു കടയുണ്ടായിരുന്നു, ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. ഈ തൊണ്ട് മേഖലയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അതെല്ലാം തൊണ്ടുപോലൊക്കെ പോയി, പിന്നെ കടത്തും പോയി, പിന്നെ ആരും ഇല്ലല്ലോ അന്ന്. അവിടെ കടത്തുണ്ടായിരുന്നു കട. അതെ, പിന്നെ രാവിലെ 2 ചായ വെക്കാൻ, 2 ചായ കൊറ്റാൻ എന്താ എടുക്കാൻ അല്ലാണ്ട് അങ്ങനെ നിർത്തി. ഇപ്പൊ കടത്തുമില്ല, കയറിന്റെ പരിപാടി ഒന്നുമില്ല. അതുകൊണ്ട് ഈ ഉള്ളിലോട്ട് ആരും വരുത്തില്ല. അയക്കാൻ നല്ല ദൂരം ഉണ്ട് ഇവിടെ. ഞാനിപ്പോഴും ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഇത്രയും ദൂരം ഉണ്ടെന്നും പക്ഷെ കാണാൻ മനോഹരമായ സ്ഥലമാണെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോ ആ ഒരു മനസ്സിന്റെ ഒരു ഇതങ്ങ് പോയി. ചേട്ടനെ കണ്ടപ്പോഴും ചേട്ടന്റെ അവസ്ഥ കേട്ടപ്പോഴും. ഏതായാലും ആരെങ്കിലും ഇതൊന്ന് ഏറ്റെടുത്ത് ഈ വണ്ടി ഒന്ന് റെഡിയാക്കി കൊടുത്താൽ വലിയൊരു ഉപകാരം അല്ലേ ചേട്ടാ? അത്രയും കിട്ടിയാൽ മതി. മരുന്നെങ്കിലും പഠിക്കാലോ. ഷോറൂമുകാരായാലും ഈ സാധനം അവിടെ കൊണ്ടില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇവർക്ക് ഈ തുച്ഛമായ വരുമാനത്തിൽ അവർ ജീവിച്ചു പോകുന്നത്. ആ കൂട്ടത്തിൽ ഇത് അവിടെ വരെ കൊണ്ടില്ല എന്ന് പറഞ്ഞാൽ നല്ലൊരു ചെലവാ. അത് തന്നെയല്ല, ചേട്ടൻ അവിടെ എത്തിച്ചാലും തിരിച്ചങ്ങനെ വരും. അതും ചെലവാ. അതുകൊണ്ട് ദൈവകീർത്ത് ഈ ഷോറൂമുകാരൊന്നും ഇങ്ങനെയുള്ള ആരോടും ഇങ്ങനൊന്നും കാണിക്കരുത്. അതെ, തീർച്ചയായിട്ടും. ഇവർക്ക് പ്രത്യേകിച്ച് സുഖമില്ലാത്തവർ ഇവർക്കോടൊന്നും ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഏതായാലും ഈ വീഡിയോ കാണുന്നവരോട് റിക്വസ്റ്റ് ഇതേ ഉള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ശരി, എന്തായാലും ഈ മെക്കാനിക്കൽ സംബന്ധമായ ആരെങ്കിലും ഈ വീഡിയോ കാണുവാണെങ്കിൽ ഈ വണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വന്ന് ഈ വീഡിയോ വണ്ടി ഒന്ന് ശരിയാക്കി കൊടുത്താൽ മതി. കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകും. ഇപ്പം എനിക്ക് കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ ഇപ്പം പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ കിട്ടിയ ചെറിയൊരു സംഭാവന ഉണ്ട്. അത് ചേട്ടനെ ഇന്നലെ എടുത്ത് മാറ്റി വെച്ചതാണ്. ആ ചെറിയൊരു സംഭാവന ചേട്ടന് ഞാൻ കൊടുക്കുക. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചേട്ടൻ സന്തോഷത്തോടെ മേടിക്കാം. ആരെങ്കിലും ഒന്ന് വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് ആരെങ്കിലും മുന്നോട്ട് വന്ന് ഇതൊന്ന് ചെയ്ത് കൊടുത്താൽ വലിയൊരു ഉപകാരമായിരിക്കും. അങ്ങനെ ഞങ്ങളൊന്ന് ഇറങ്ങട്ടെന്നാ. പേരൊന്നിട്ടെന്ന് പറഞ്ഞ ജോയി. ആരെങ്കിലും വരും ചേട്ടാ കേട്ടോ, ഒന്നും വിചാരിക്കണ്ട, എല്ലാം ശരിയാവും. അത്രയ്ക്ക് വിഷമത്തിലാണ്. അന്നേരം ഈ വീഡിയോ കാണുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് എത്തിക്കുക. ആരെങ്കിലുമൊക്കെ ഒന്ന് മുന്നോട്ട് വന്ന് ഈ ചേട്ടൻ്റെ വണ്ടി ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി. എൻ്റെ റിക്വസ്റ്റ് ആയിട്ട് കണ്ടാൽ മതി. ഞാനിങ്ങനൊന്നും ആരോടും അങ്ങനെ പറയാറില്ല. എന്നെ കൊണ്ട് പറ്റുമായിരുന്നു ഞാൻ തീർച്ചയായിട്ടും ഇത് ആരും അറിയാൻ ഞാൻ ചെയ്തു കൊടുത്തത്. എന്നെ കൊണ്ട് സാധിക്കാത്തതിൻ്റെ പേര് മാത്രമേ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതും. അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വന്ന് ഇതൊന്ന് ശരിയാക്കി കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. നല്ല അതിനുള്ള പുണ്യം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. എന്നുവെച്ചാൽ അത്രയ്ക്ക് മോശമായ അവസ്ഥയല്ല, ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളൊരു ചേട്ടനായത്. ഏതായാലും ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു താളം പോയി. ഇതെല്ലാം ശരിയാകും ചേട്ടാ കേട്ടോ. ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാ. ഊണൊക്കെ കഴിച്ചായിരുന്നു ഉച്ചയ്ക്ക്? അതെന്താ വെച്ചില്ലെന്നു? വെച്ചിട്ടാണോ? അന്നേരം ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാ. ഓക്കെ.